A boat is moving uniformly by pulling with the forces 200 Newton and 240 Newton acting at an angle of 60 degree as shown in the figure. Determine the magnitude of the resultant pull on the boat and the angle made by the resultant with the forces 200 Newton and 240 Newton. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ ഒരു ബോട്ടുണ്ട്. ഈ ബോട്ടിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്, 200 ന്യൂട്ടൺ 240 ന്യൂട്ടൺ എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സസ് വെച്ച് ഈ ബോട്ടിനെ പുൾ ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രി ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഈ റിസൾട്ടൻറ്റും ഈ ഫോഴ്സസും തമ്മിലുള്ള ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോഴ്സാണുള്ളത് അല്ലേ. ഇപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഫോഴ്സ് ആകുമ്പോൾ ഒബ്വിയസ്ലി ഇതെന്ന് പറയുന്നത് പാരലോഗ്രാം ലോ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവിടെ നോക്കിക്കേ, നമ്മൾ പിയും ക്യൂ എന്നൊക്കെ പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്ത് പഠിച്ചല്ലേ. പാരലോഗ്രാം ലോ കണ്ടിട്ടില്ലാത്ത അതൊന്ന് കാണണം. അപ്പോൾ നോക്കി പി എന്ന് പറയും, ഇതിനെ ഞാൻ പി എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്കിയാണ്. പി ഈസ് ഈക്വൽ ടു എത്രയാണ്, 240 എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് 200 ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ആംഗിളാണ് 60 ഡിഗ്രി. അതായത് നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഇക്വേഷൻ നമുക്കറിയാം, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ആണ്. അപ്പോൾ ഇതിൽ പിയും ക്യൂവും തീറ്റേൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം അല്ലേ. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. റിസൾട്ടൻറ്റിൻ്റെ ആൻസർ കിട്ടുന്നത് 381.57 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ റിസൾട്ടൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് വേണ്ടുന്നത് ആംഗിളാണ്. ക്വസ്റ്റിൽ പറയുന്നത് റിസൾട്ടൻറ്റും ഫോഴ്സസും തമ്മിലുള്ള ആംഗിളാണ്. അതായത് നമുക്കറിയാം, നമുക്ക് റിസൾട്ടൻറ്റും ഈ ഒരു ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഈ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ആൽഫയുടെ ഇക്വേഷൻ? ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ക്യൂവും പിയും കോസ് തീറ്റയുടെ വാല്യൂ ഒക്കെ നമുക്കറിയാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫേൻ്റെ വാല്യൂ കിട്ടുന്നത് 26.99 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ഒരു റിസൾട്ടൻറ്റും 240 എന്ന് പറയുന്ന ഫോഴ്സ് നമ്മളുടെ ആംഗിൾ നമുക്ക് കിട്ടി എത്രയാണ്, 26.99 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള 240 ന്യൂട്ടൺ ഫോഴ്സുമായിട്ട് റിസൾട്ടൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റിൽ പറയുന്നുണ്ട് രണ്ട് ഫോഴ്സിൻ്റെയും ആംഗിൾ വേണമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻറ്റും ഈ ഒരു ഫോഴ്സ് നമ്മളുടെ ആംഗിൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇത് ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് 200 ന്യൂട്ടൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്കറിയാം ഇത് ടോട്ടൽ 60 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ആ 60 നിന്നും ഈ ഒരു ആൽഫേൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആംഗിളും കിട്ടും. ആ ആൻസർ എന്ന് പറയുന്നത് 33 ഡിഗ്രിയാണ്. ഓക്കെ.